ഇച്ചായന്റെ മൊഞ്ചത്തി അവസാന ഭാഗം. രചന സജിമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഒന്നുമില്ല. വീണ്ടും നിശബ്ദത. ആൾ ഭയത്തോടെ ഒരടി പിന്നിലേക്ക് മാറി. അപ്പോഴാണ് ഇരുട്ടിൽ നിന്ന് ആരോ തന്നെ നോക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. അവൾ ശ്വാസമടക്കി പിടിച്ച് ചുറ്റും നോക്കി. പെട്ടെന്നാണ് തന്റെ പിന്നാലെ ആരൊക്കെയോ വരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയത്. അവൾ പതിയെ തിരിഞ്ഞു നോക്കി. 2-3 ചെറുപ്പക്കാർ അവളുടെ നേരെ നടന്നു വരുന്നു. കൈകളിൽ ബിയർ ബോട്ടിലുകളും സിഗരറ്റും. അവരുടെ നടത്തവും നോട്ടവും കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി അവർ സാധാരണ അവസ്ഥയിലല്ല. അവൾ പേടിച്ച് അവിടെ തന്നെ നിന്നു. അവരിൽ ഒരാൾ അവളുടെ അടുത്തേക്ക് വന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ മോളെ ഇവിടെ ഒറ്റക്ക്? അവൾ ചുറ്റും നോക്കി. ആളൊഴിഞ്ഞ സ്ഥലം. സഹായത്തിനായി വിളിക്കാൻ പോലും ആരുമില്ല. ശബ്ദമുണ്ടാക്കാൻ കഴിയില്ലെന്ന സത്യം അവൾക്ക് ആ നിമിഷം കൂടുതൽ പേടിയായി. അവൾ ഭയത്തോടെ അവരെ നോക്കി നിന്നു. അപ്പോഴേക്കും മറ്റൊരാൾ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ പേടിച്ചോ? മൂന്നാമത്തവൻ ആൾ നോക്കി ചിരിച്ചു. ഇവളെന്താണൊന്നും മിണ്ടാത്തെ? ആർപ്പതി അവളെ ചുറ്റി നിൽക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകളിൽ പേടി നിറഞ്ഞു. അവൾക്ക് ഓടിപ്പോണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഏതു വഴിയിലേക്കാണ് ഓടേണ്ടതെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. ആ നിമിഷം ഭയത്തിൽ തളർന്നു നിന്ന അവളുടെ ഉള്ളിൽ എവിടെ നിന്നോ ഒരു ധൈര്യം വന്നു. പെട്ടെന്ന് മുന്നിൽ നിന്നവനെ ശക്തിയായി തട്ടിമാറ്റി അവൾ ഓടി. പിന്നിൽ നിന്ന് അവളുടെ ശബ്ദമുയർന്നു. അവൾ തിരിഞ്ഞു നോക്കിയില്ല. ഇരുട്ടിലൂടെ കഴിയുന്നത്ര വേഗത്തിൽ അവൾ ഓടി. പിന്നിൽ ആ 3 പേരുടെയും കാൽപ്പാടുകൾ അടുത്തടുത്തായി കേൾക്കാം. അവൾക്ക് ശ്വാസം പോലും നേരെ എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മുന്നിലൊരു വലിയ മരം. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ അതിന്റെ പിന്നിലേക്ക് ഓടിക്കയറി. മരത്തോട് ചേർന്ന് ശ്വാസം അടക്കി പിടിച്ച് അവൾ നിന്നു. കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ പതിയെ മരത്തിന്റെ മറുവശത്തേക്ക് നോക്കി. അവരെ കാണാനില്ല. പക്ഷേ അവരുടെ കാൽപ്പാടുകൾ അടുത്തേക്ക് വരുന്ന് അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. ദൈവമേ! ശബ്ദമില്ലാത്ത ആ നിലവിളി അവളുടെ ഉള്ളിൽ മാത്രം മുഴങ്ങി. അടുത്ത നിമിഷം മരത്തിന്റെ മറുവശത്തൊരാളുടെ കാൽപ്പാടുകൾ നിന്നു. അവൾ അനങ്ങാതെ നിന്നു, ശ്വാസം പോലും പുറത്തേക്ക് വിടാതെ. ആരുടെയോ ശബ്ദം ആ ഇരുട്ടിൽ മുഴങ്ങി. അവന്റെ കാൽപ്പാടുകളുടെ ശബ്ദം ഓരോ നിമിഷം കഴിയുന്തോറും അവളുടെ അരികിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. അടുത്ത നിമിഷം ആരോ അവളുടെ തൊട്ടു പിന്നിലെത്തി നിന്നു. ഓരോ നിമിഷം കഴിയുന്തോറും അവളുടെ അരികിലേക്ക് അത് അടുത്തുകൊണ്ടിരുന്നു. പേടിച്ചുറച്ച നാത്ര മരത്തോട് ചേർന്ന് നിന്നു. ഒരടി പോലും അനങ്ങാൻ കഴിയുന്നില്ല. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. അടുത്ത നിമിഷം ആ കാൽപ്പാടുകൾ അവളുടെ തൊട്ടു പിന്നിൽ വന്നു നിന്നു. അവളുടെ ഹൃദയം നിലച്ചു പോകുന്ന പോലെ തോന്നി. പെട്ടെന്ന് അവളുടെ തോളിൽ ആരുടെയോ കൈ പതിഞ്ഞു. നാത്ര ഞെട്ടിത്തിരിഞ്ഞു. ഇരുട്ടിൽ കണ്ട ആ മുഖം വ്യക്തമായതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ക്രിസ്റ്റി! അവനെ കണ്ടതും ഇത്രയും നേരം ഉള്ളിൽ അടക്കി പിടിച്ചിരുന്ന പേടി മുഴുവൻ കണ്ണുനീരായി പുറത്തേക്ക് വന്നു. ക്രിസ്റ്റി അവളെ നോക്കി. അവളുടെ വിറക്കുന്ന ശരീരം കണ്ടതും അവന്റെ മുഖത്തെ ഭാവം മാറി. നാത്ര! അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. ക്രിസ്റ്റി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പതിയെ ചോദിച്ചു, എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്ന്? അവൾ മറുപടി അറിഞ്ഞില്ല. അപ്പോഴാണ് ദൂരെ നിന്ന് ആ ചെറുപ്പക്കാരുടെ ശബ്ദം വീണ്ടും കേട്ടത്. ക്രിസ്റ്റി പതിയെ തിരിഞ്ഞു നോക്കി. ഇരുട്ടിനുള്ളിൽ അവരുടെ രൂപങ്ങൾ തെളിഞ്ഞു. അവർ വീണ്ടും അവളെ തേടി വരികയാണ്. ക്രിസ്റ്റിയുടെ കണ്ണുകൾ അവരിൽ പതിഞ്ഞു. അവരൊന്നും പറഞ്ഞില്ല. പതിയെ നാദ്രയുടെ മുന്നിലേക്ക് കയറി നിന്നു. അവളെ പൂർണ്ണമായും തന്റെ പിന്നിലാക്കി. നാദ്ര അവന്റെ പുറകിൽ ചേർന്ന് നിന്നു. ക്രിസ്റ്റി കയ്യിലെ വാച്ചിലേക്ക് നോക്കി. പിന്നെ അവരെ നോക്കി. ചുണ്ടിൽ പതിയെ ഒരു ചിരി നിറഞ്ഞു. അവനൊരടി മുന്നോട്ട് വെച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ വാടാ, ഒന്ന് വന്ന് തൊട്ടു നോക്ക്, പിന്നെ ഈ രാത്രി നീയൊന്നും മറക്കില്ല. അവന്റെ ചിരി മാഞ്ഞു. കണ്ണുകൾ ചുവന്നു. അവൻ അവർക്ക് നേരെ നോക്കി. നാദ്ര അവന്റെ പിന്നിൽ നിന്നോട് ക്രിസ്റ്റിയെ നോക്കി. അവളുടെ കണ്ണുകളിൽ ആദ്യമായി പേടിയല്ലായിരുന്നു, ആശ്വാസമായിരുന്നു. കാരണം തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ 3 പേരെ നോക്കി അവളൊന്ന് ചിരിച്ചു. അവന്മാരിലൊരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, നിന്നെ ഞങ്ങളൊന്നും ചെയ്യില്ലടാ, അവളെ ഞങ്ങൾക്ക് എന്നിട്ട് നീ പോയിക്കോ. അവൻ നാദ്രയെ നോക്കി. ക്രിസ്റ്റി ഒരു നിമിഷം അവനെ നോക്കി നിന്നു. പിന്നെ ചുണ്ടിൽ പതിയൊരു ചിരി വിരിഞ്ഞു. അതിനെന്താ, തന്നേക്കാം. അവൻ പതിയെ നാദ്രയുടെ അടുത്തേക്ക് തിരിഞ്ഞു. പക്ഷേ വീണ്ടും അവരെ നോക്കി. അവളെ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്നെ തോൽപ്പിക്കണം. അവരിലൊരാൾ പരിഹാസത്തോടെ ചിരിച്ചു. നിന്നെയോ? അടുത്ത നിമിഷം ക്രിസ്റ്റിയുടെ ചിരി മാഞ്ഞു. അല്ലടാ! അവൻ പതിയെ മുന്നോട്ട് നടന്നു. എന്നെയല്ല. അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. നിന്റെ ഒക്കെ അഹങ്കാരത്തെയാ. അടുത്ത നിമിഷം ആദ്യത്തെ അടി അവൻ നിലത്തേക്ക് തെറിച്ചു വീണു. മറ്റു 2 പേർ ക്രിസ്റ്റിയുടെ നേരെ പാഞ്ഞെടുത്തു. ക്രിസ്റ്റി ഒരാളെ തടഞ്ഞു നിർത്തി. അവന്റെ കൈ പിടിച്ച് തിരിച്ചു. എന്റെ പെണ്ണിനെ! ഒരടി. തൊടാ മാത്രം നീയൊക്കെ! വീണ്ടും ഒരടി. വളർന്നിട്ടില്ല! മറ്റൊരാൾ പിന്നിൽ നിന്ന് ക്രിസ്റ്റി ആക്രമിക്കാൻ ശ്രമിച്ചു. ക്രിസ്റ്റി പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. അവന്റെ കോളിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചു. ഒരുത്തന്റെ പെണ്ണിനെ നോക്കുമ്പോ
നോട്ടം താഴ്ത്താൻ പഠിക്കണം. അവനെ തള്ളിയിട്ടു. അപ്പോഴേക്ക് ആദ്യം വീണം വീണ്ടും എഴുന്നേറ്റു. അവൻ ക്രിസ്റ്റിയുടെ നേരെ പാഞ്ഞു വന്നു. ക്രിസ്റ്റി അവനെ തടഞ്ഞു നിർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ഇനിയും മനസ്സിലായില്ലടാ, നീ കൈവച്ചത് ആരുടെ പെണ്ണിനെയാണെന്ന്? അവന്റെ മുഖത്ത് ചിരി പൂർണ്ണമായും മാഞ്ഞു. ക്രിസ്റ്റിയുടെ. അടുത്ത നിമിഷം അവിടെ വീണ്ടും അടി തുടങ്ങി. പക്ഷെ ഇത്തവണ ക്രിസ്റ്റിയുടെ ഓരോ അടിയും ദേഷ്യം മാത്രമായിരുന്നില്ല, നാദ്രയെ പേടിപ്പിച്ചുള്ള പകയായിരുന്നു. അവസാനം 3 പേരും നിരത്തി വീണപ്പോൾ ക്രിസ്റ്റി പതി അവിടെ അടുത്തേക്ക് നടന്നു. അവൻ താഴേക്ക് നോക്കി പറഞ്ഞു, ഇനി നിങ്ങളുടെ നിഴൽ പോലും അവിടെ വഴിയിൽ വന്നാ അന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ പോലും ഉണ്ടാവില്ല. ആളെയും കൂടി ക്രിസ്റ്റി പതിയെ നടന്നു. കുറച്ചുകൂരെ രണ്ടുപേരും നിശബ്ദരായിരുന്നു. പിന്നെ ക്രിസ്റ്റി പതി അവളെ നോക്കി. ഇനി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല നാദ്ര. അവന്റെ ശബ്ദത്തിൽ പതിവുള്ള കുസൃതിയൊന്നും ഉണ്ടായിരുന്നില്ല. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് ഞാൻ ഒരുപാട് കാലം വിചാരിച്ചു. അതുകൊണ്ടാ നീ എത്രയൊക്കെ എന്നെ അവഗണിച്ചാലും ഞാൻ നിന്റെ പിന്നാലാണെന്ന്. അവൻ പതിയെ ചിരിച്ചു. ആ ചിരിയിൽ സങ്കടം മാത്രമായിരുന്നു. പക്ഷേ നിനക്കെന്നോട് ഇഷ്ടമില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. അവൻ മുന്നോട്ട് നോക്കി നടന്നു. എന്നോടുള്ള ദേഷ്യത്തിന് നീ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വന്നെങ്കിൽ ഇനി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. കുറച്ച് നിമിഷം അവൻ മിണ്ടാതിരുന്നു. പിന്നെ പതിയെ പറഞ്ഞു, നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാനത് അംഗീകരിക്കാൻ നാദ്ര. അവനാളെ നോക്കി. പക്ഷെ നീ പേടിച്ചപ്പോ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ മാത്രമേ കഴിഞ്ഞില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്ന്. ക്രിസ്റ്റി വീണ്ടും മുന്നോട്ട് നോക്കി നടന്നു. ഇനി മുതൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ അകലെയായിരിക്കും. ഒരു നിമിഷം നിശബ്ദത. പക്ഷേ ഒരു കാര്യം മാത്രം. അവനാളെ നോക്കി. നീ എന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ പോലും എന്നെ മറന്നേക്കാം. അവന്റെ ശബ്ദം പതറി. പക്ഷേ നിന്നെ മറക്കാൻ എനിക്ക് ഒരു സമയം വേണം നാത്ര. അവനത് പറഞ്ഞ് മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ആരോ അവനെ കെട്ടിപ്പിടിച്ച്. ക്രിസ്റ്റി പെട്ടെന്ന് നിന്നു. ഒരു നിമിഷം അവൻ എന്താണ് സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല. പതിയെ അവൻ തിരിഞ്ഞു നോക്കി. നാദ്ര. ആളോ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ക്രിസ്റ്റിയുടെ കണ്ണുകൾ അതിശയത്തിൽ വിടർന്നു. അവൻ അനങ്ങാതെ നിന്നു. ആ നിമിഷം പതിയെ ക്രിസ്റ്റി അവിടെ അരികിലേക്ക് തിരിഞ്ഞു നിന്നു. നാദ്ര കണ്ണീരോടെ കൈകൾ കൂപ്പി. ഒരിക്കൽ, വീണ്ടും വീണ്ടും അവളുടെ കണ്ണുകളിൽ 1000 ക്ഷമാപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം. പറയാൻ കഴിയാത്ത ആ വാക്കുകൾ അവളുടെ കണ്ണുകൾ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ക്രിസ്റ്റി അവളെ തന്നെ നോക്കി നിന്നു. പതിയെ അവളുടെ കൈകൾ പിടിച്ചവൻ പറഞ്ഞു, ഇത്രയും നാൾ നീ എന്നെ വേദനിപ്പിച്ചിരുന്നു. എനിക്ക് സങ്കടമില്ല. പക്ഷേ നീ ഒറ്റയ്ക്ക് ഇത്രയും വേദനിച്ചിരുന്നല്ലോ. അതാ എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ക്രിസ്റ്റി പതിയെ അവളുടെ കണ്ണുനീർ തുടച്ചു. എനിക്കറിയണ്ട, നിന്റെ കണ്ണുകൾ പറഞ്ഞെല്ലാം ഞാൻ മനസ്സിലാക്കി. ക്രിസ്റ്റി പതിയെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നാദ്ര അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് നിന്നു. ഇത്രയും നാൾ ഇരുവരുടെ ഇടയിലുണ്ടായ അകലം ആ ഒരൊറ്റ നിമിഷത്തിൽ അലിഞ്ഞുപോയി. ക്രിസ്റ്റി പതിയെ അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ക്രിസ്റ്റിയും പുഞ്ചിരിച്ചു. ആ നിമിഷം മുതൽ അവരുടെ പ്രണയം ശരിക്കും തുടങ്ങിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ നാദ്ര ക്രിസ്റ്റിയോട് തന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു. മാളിയേക്കൽ മൊയ്തീൻ ഹാജി, അവളുടെ ഉപ്പ. ചെറുപ്പത്തിലെ തന്നെ ഉമ്മയായ ആയിഷയെ നഷ്ടപ്പെട്ട നാദ്ര വളർന്ന് ഒരു വലിയ കൂട്ടുകുടുംബത്തിലായിരുന്നു. ആ വീട്ടിലെ ഓരോ കാര്യവും നിയന്ത്രിച്ചിരുന്നത് മൊയ്തീൻ ഹാജി ആയിരുന്നു. അയാളുടെ വാക്കുകൾക്ക് എതിർ നിൽക്കാൻ ആ വീട്ടിലാർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. മൊയ്തീൻ ഹാജിയെ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു വീട്ടിലാണ് നാദ്ര വളർന്നത്. ആ വീട്ടിൽ നാദ്രക്ക് സ്വന്തമായി ഒന്നിനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അവൾ പഠിക്കുന്ന പോലും മൊയ്തീൻ ഹാജിക്ക് ഇഷ്ടമായിരുന്നില്ല. മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവൾക്ക് പഠനം തുടരാൻ കഴിഞ്ഞത്. ഇപ്പോൾ അവളുടെ വിവാഹം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. തനിക്ക് ഇഷ്ടമുള്ള എന്താണെന്നോ തന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നോ ചോദിക്കാൻ പോലും ആ വീട്ടിൽ ആർക്കും അവകാശമില്ല. ഒരു ചൂണ്ടുവിരൽ അനക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നാദ്രയ്ക്കില്ലായിരുന്നു. മൊയ്തീൻ ഹാജിയുടെ തീരുമാനങ്ങൾക്കെതിരായി ഒരു വാക്ക് പറയാനുള്ള ധൈര്യം ആ വീട്ടിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. എതിർത്തെന്തെങ്കിലും പറഞ്ഞാൽ ഉപദ്രവം ചെറുതായിരിക്കില്ല. നാദ്ര പതിയെ തന്നെ സ്കേർട്ട് ഉയർത്തി കാലിലെ മുറിവ് കാണിച്ചു. ക്രിസ്ത്യൻ ഞെട്ടി. ഇതെന്താ? അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് മാത്രം ഒഴി. അരികിൽ നിന്ന് കൂട്ടുകാരി പതിയെ പറഞ്ഞു, അവൾക്ക് അടുത്തുള്ള ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിരുന്നു. ആ ജോബ് ഓഫ് ലെറ്റർ ഉപ്പയെ കാണിച്ച. അവൾ നിർത്തി. അതിന് കിട്ടിയ സമ്മാനം ഇത്. ക്രിസ്റ്റിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. ക്രിസ്റ്റി പതിയെ അവളുടെ അരികിലേക്ക് ചേർന്നിരുന്നു. എന്റെ കൊച്ചിനെ വേദനിച്ചോ? അവന്റെ ശബ്ദത്തിൽ വേദനയുണ്ടായിരുന്നു. നാദ്ര കണ്ണുനീർ അമർത്തി തുടച്ചു. പിന്നെ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. സാരമില്ലെന്ന് പറയുന്ന പോലെ. ക്രിസ്റ്റി അവളെ നോക്കി. സാരില്ലെന്നോ? ഇത്രയും വേദനിച്ചിട്ട് നീ അതാണ് പറയുന്നേ? അവൻ പതിയോടെ കണ്ണുനീർ തുടച്ചു. ഇതിൽ നിന്നൊക്കെ നിന്നെ പുറത്തുകൊണ്ടൊരു നാദ്ര. പിന്നെ അവൾ നോക്കി ചെറുതായി ചിരിച്ചു. നമുക്കിപ്പോ ഒരിടം വരെ പോയാലോ? അവൾ സംശയത്തോടെ നോക്കി. പേടിക്കണ്ട, വാ.
ആൾ പതിയെ ബൈക്കിന്റെ പിന്നിൽ കയറി അവർ യാത്ര തുടങ്ങി. അവർ ചെന്നെത്തിയത് ഒരു വലിയ വീടിന്റെ മുറ്റത്തായിരുന്നു. ബൈക്കിൽ നിന്നിറങ്ങിയ നാദ്ര പതിയെ ചുറ്റും നോക്കി. അവളുടെ കണ്ണുകൾ ഗേറ്റിൽ പതിഞ്ഞു. അവിടെ വലിയ അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നു, ചെത്തിമറ്റത്തിൽ തറവാട്. നാദ്ര അതിശയത്തോടെ ആ വീടിനെ നോക്കി നിന്നു. ഇത്രയും വലിയൊരു വീട്ടിലേക്ക് ക്രിസ്റ്റി തന്നെ എന്തിനാണ് കൊണ്ടുവന്നെന്ന് അവൾക്ക് മനസ്സിലായില്ല. ക്രിസ്റ്റി പതി അവളെ നോക്കി. വാ. നാദ്ര അതിശയത്തോടെ അവനെ നോക്കി. ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. നിന്നെയാ വിളിച്ച്, വാടി. അവൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. ആൾ വരുന്ന കണ്ടതും ജൂവിലും റബേക്കയെ ഓടിയെത്തി. നാദ്രയെ കണ്ടതും രണ്ടുപേരുടെയും കണ്ണുകൾ അതിശയത്തിൽ വിടർന്നു. ഇതാണ് ഇച്ചാന്റെ പെണ്ണ്? റബേക്ക അതിശയത്തോടെ അവളെ നോക്കി. എന്ത് സുന്ദരിയായി. ജൂവലും അവൾ നോക്കി പുഞ്ചിരിച്ചു. നാദ്ര അതിശയത്തോടെ ക്രിസ്റ്റിയെ നോക്കി. എന്നെ കുറിച്ച് ഇവർക്കൊക്കെ അറിയോ? അവളുടെ കണ്ണുകളിലെ ചോദ്യം മനസ്സിലായതുപോലെ ക്രിസ്റ്റി ചിരിച്ചു. ഇതാ നിങ്ങൾ ഇത്രയും നാളായി കാത്തിരുന്ന നിങ്ങളുടെ ഇച്ചായന്റെ പെണ്ണ്. അത് കേട്ടതും രണ്ടുപേരും സന്തോഷത്തോടെ നാദ്രയുടെ അടുത്തേക്ക് ചേർന്നു. വാ ചേച്ചി, ആദ്യേക്ക് വാ. സ്നേഹത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് അവർ നാദ്രയെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്നുകൊണ്ട് ക്രിസ്റ്റി ചിരിയോടെ അവരെ നോക്കി നിന്നു. അപ്പോഴേക്കും വീട്ടിലെ ബാക്കിയുള്ളവരും അവിടേക്ക് എത്തിയിരുന്നു. നാദ്രയെ കണ്ടതും മറിയാമ്മയും മേരിക്കുട്ടി, എൽദോസും പൗലോസും അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവരുടെ എല്ലാം സ്നേഹത്തോടെയുള്ള സംസാരവും പരിചയപ്പെടലും കണ്ട് നാദ്രയുടെ മനസ്സും പതിയെ നിറഞ്ഞു. ഇത്രയും സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കുന്ന ഒരു വീട് അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറച്ചു സമയങ്ങൾക്ക് ശേഷം സാറാമ്മ വീട്ടിലേക്ക് കയറി വന്നു. അവിടെ നാദ്രയെ കണ്ടതും സാറാമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ക്രിസ്റ്റിയുടനെ അവളുടെ പിന്നാലെ ചെന്നു. സാറാമ്മ നിക്ക്, ഇവളെ കണ്ടില്ലേ? പറഞ്ഞു തീരും മുന്നേ സാറാമ്മയുടെ കൈ അവന്റെ കവളിൽ പതിച്ചു. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിത്തിരിച്ചു. എൽദോസ് പെട്ടെന്ന് എഴുന്നേറ്റു. സാറാമേ, നീ എന്തായി ചെയ്ത്? അത് ഈ കൊച്ചിന്റെ മുന്നിൽ വെച്ച്. സാറാമ്മ ദേഷ്യത്തോടെ അവനെ നോക്കി. മിണ്ടരുത് നീ. അവളുടെ ശബ്ദം ആ വീട്ടിൽ മുഴങ്ങി. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മകന്റെ തെറ്റിരുത്തേണ്ട നീ തന്നെ ഇവന് കൂട്ടു നിൽക്കുക. അവർ ക്രിസ്റ്റിയെ നോക്കി. ഈ കൊച്ചിനെയും വിളിച്ചോണ്ട് ഈ വീട്ടിലേക്ക് കയറാൻ നിനക്കെന്താണ് ധൈര്യം? അവിടെ വീണ്ടും നിശബ്ദം വളർന്നു. നാദ്ര ഭയത്തോടെ ക്രിസ്റ്റിയെ നോക്കി നിന്നു. അപ്പോഴാണ് പൗലോസിന്റെ ശബ്ദം ആ വീട്ടുയർന്നു. മതി സാറാമേ. എല്ലാവരുടെയും കണ്ണുകൾ പൗലോസിലേക്ക് തിരിഞ്ഞു. അവൻ പതി എഴുന്നേറ്റു. ഇത് എന്റെ വീടാ. ഇവിടെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടതിന്റെ പേരില് എന്റെ കൊച്ചുമോനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പൗലോസ് നാദ്രയെ നോക്കി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നിനക്കെന്താ പ്രശ്നം? ഒരു നിമിഷം നിശബ്ദ. പൗലോസിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. മതമാണോ സാറാമേ? പൗലോസിന്റെ ശബ്ദം ഉയർന്നു. സാറാം ഒരു നിമിഷം നിശബ്ദയായി. ആൾ പതിയെ നാദ്രയുടെ അരികിലേക്ക് നടന്നു. എല്ലാവരുടെയും കണ്ണുകൾ സാറാമിയിലായിരുന്നു. ആൾ നാദ്രയെ സൂക്ഷിച്ചു നോക്കി. നിന്റെ പേരെന്താ വച്ചേ? നാദ്ര ഒന്നും മിണ്ടാൻ നിന്നു. സാറാമ ഒന്നുകൂടി അവളെ നോക്കി. നാദ്ര പേടിയോടെ ക്രിസ്റ്റിയെ നോക്കി. ക്രിസ്റ്റി പതിയെ കണ്ണു ചിമ്മി അവളെ ആശ്വസിപ്പിച്ചു. പേടിക്കണ്ട, ഉത്തരം പറ. സാറാമ വീണ്ടും ചോദിച്ചു. നിന്നോടാ ചോദിച്ച്, നിന്റെ പേരെന്താ? നാദ്ര പതിയെ ചുണ്ടിളക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഒരു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. വീണ്ടും ശ്രമിച്ചു, കഴിയുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നാദ്ര ഒരുപാട് ശ്രമിച്ചിട്ടും അവളുടെ ചുണ്ടുകളിൽ നിന്നൊരു വാക്ക് പോലും പുറത്തു വന്നില്ല. അത് കണ്ടുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴേക്കും ജുവൽ പതിയെ സാറാമയുടെ അടുത്തേക്ക് ചെന്നു. സാറാമേ. സാറാമ അവളെ നോക്കി. ജുവൽ കണ്ണീരോടെ പതിയെ പറഞ്ഞു. ആ ചേച്ചിക്ക് സംസാരിക്കാൻ കഴിയില്ല. ആ വാക്കുകൾ കേട്ടതും സാറാമ ഒന്നും മരവിച്ചു പോയി. അവൾ പതിയെ നാദ്രയെ നോക്കി. കുറച്ചു നേരം മുമ്പ് താൻ ദേഷ്യപ്പെട്ടു പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലൂടെ വീണ്ടും കടന്നുപോയി. നാദ്രയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയതും സാറാമയുടെ കണ്ണുകളും നിറഞ്ഞു. എന്റെ ദൈവമേ. ആരുടെ ശബ്ദമിടറി. താൻ ചെയ്തു പോയതോർത്തു സാറാമക്ക് കരച്ചിലടക്കാനായില്ല. അവർ പതിയെ നാദ്രയുടെ അരികിലേക്ക് ചെന്നു. മോളെ. ആ ഒരു വിളിയിൽ തന്നെ അവരുടെ ദേഷ്യമെല്ലാം അലിഞ്ഞു പോയിരുന്നു. ഉമ്മയില്ലാതെ വളർന്ന നാദ്രയ്ക്ക് ഇന്ന് ഇവരെ കിട്ടാത്തൊരു സ്നേഹവും പരിഗണന ആ വീട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ നഷ്ടപ്പെട്ടു പോയ എന്തോന്ന് തിരികെ കിട്ടിയതുപോലെ അവൾക്ക് തോന്നി. എല്ലാവരോടും യാത്ര പറഞ്ഞ് ക്രിസ്റ്റിയോടൊപ്പം അവിടുന്ന് ഇറങ്ങി. യാത്രക്കിടയിൽ നാദ്ര പതിയെ ക്രിസ്റ്റിയെ മുറുകെ ചേർത്ത് പിടിച്ചു. എന്നെ വിട്ടൊരിക്കലും പോകരുത് കേട്ടോ. അവളുടെ ആ പിടിയിൽ നിന്ന് തന്നെ അവൾ പറയുന്ന ക്രിസ്റ്റിക്ക് മനസ്സിലായി. അവൻ അവളുടെ കൈകൾ മുറുക്കെ പിടിച്ചു. നിനക്ക് നഷ്ടപ്പെട്ടെന്നു ഇനി ഓർത്ത് കരയണ്ട. അവൻ പതിയെ പറഞ്ഞു. നിനക്ക് നഷ്ടമായതെല്ലാം ഞാൻ തിരിച്ചു. അവൾ അവന്റെ നെഞ്ചോട് ചേർന്നിരുന്നു. അവന്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി ക്രിസ്റ്റിയുടെ ഫോണിലേക്ക് നാദ്രയുടെ മെസ്സേജ് തുടരെ വന്നു. ക്രിസ്റ്റി, എന്റെ കല്യാണം ഉറപ്പിച്ചു. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഏറിയ ഒരാഴ്ചക്കുള്ളിൽ. അവളുടെ മെസ്സേജ് നിന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മെസ്സേജുകൾ വായിച്ചോ ക്രിസ്റ്റി ഞെട്ടിത്തെരിച്ചു. അവരുടെ ടൈപ്പ് ചെയ്തു. നീ ടെൻഷൻ ആവേണ്ട നാദ്ര, ഞാനില്ല ഇവിടെ.
നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. എന്തു വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. 2-3 ദിവസങ്ങൾ കടന്നുപോയി. നാദ്രയുടെ ഒരു മെസ്സേജ് പോലും വന്നില്ല. അവളെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. ക്രിസ്റ്റി ആകെ ടെൻഷനിലായിരുന്നു. എന്തോ ആലോചിച്ച് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് അമ്മയുടെ ശബ്ദം. മോനെ. ക്രിസ്റ്റി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അമ്മ അവൻ്റെ അരികിലേക്ക് വന്നു. നീ വിളിച്ച അവള് നിന്റെ കൂടെ വരുമെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇവിടെ ഇരിക്കുന്നത്? ക്രിസ്റ്റി അമ്മയെ നോക്കി. ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വാ മോനെ. അവന്റെ മുഖത്ത് പതിയെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ എഴുന്നേറ്റു. അപ്പോഴേക്കും കൂട്ടുകാരും അവന്റെ അരികിലെത്തി. ഞങ്ങളുണ്ടാ നിന്റെ കൂടെ. ഒരാൾ അവന്റെ തോളിൽ കൈ വെച്ചു. വാടാ, നമുക്ക് നിന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാം. ക്രിസ്റ്റി അവർ നോക്കി പുഞ്ചിരിച്ചു. ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് കൂട്ടുകാരെ നോക്കി. എന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട. അവനും നിർത്തി. ഈ ക്രിസ്റ്റി, ഈ ചെത്തി മറ്റൊരു ക്രിസ്റ്റിക്ക് അവളുടെ വീട്ടിൽ ചെന്ന് അവളെ വിളിച്ചിറക്കി കൊണ്ടുവരാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. അതും പറഞ്ഞ് ക്രിസ്റ്റി കാറെടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. അവൻ പോകുന്ന നോക്കി സാറാമ്മ കൂട്ടുകാരോട് പറഞ്ഞു. നിങ്ങളും കൂടെ ചെല്ലണം. അവൻ ആരെയും പേടിക്കുന്നവനല്ലേ നിങ്ങൾക്ക് അറിയാലോ. അടുത്ത നിമിഷം അവരും അവന്റെ പിന്നാലെ പോയി. ക്രിസ്റ്റി ചെന്നിന്ന് ഒരു വലിയ വീടിന്റെ മുന്നിലായിരുന്നു. അവിടെ കല്യാണത്തിന്റെ തിരക്കുകളായിരുന്നു. മുറ്റത്ത് പന്തലൊരുങ്ങുന്നു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ക്രിസ്റ്റി ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. ആ തിരക്കിനിടയിൽ നിശബ്ദത പടർന്നു. എല്ലാവരുടെയും കണ്ണുകൾ അവനിലേക്ക് തിരിഞ്ഞു. ക്രിസ്റ്റിയുടെ വരവ് ആ വീട്ടിലെ എല്ലാവരും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ക്രിസ്റ്റി വീടിന് മുമ്പിൽ നിന്ന് ഉറക്കി വിളിച്ചു. അവന്റെ ശബ്ദം ആ വീട് മുഴുവൻ മുഴങ്ങി. അകത്ത് മുറിയിൽ ക്ഷീണിച്ചിരുന്നിരുന്ന നാദ്ര ആ ശബ്ദം കേട്ടതും പെട്ടെന്ന് എഴുന്നേറ്റു. അത് ക്രിസ്റ്റിയുടെ ശബ്ദമായിരുന്നു. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അവൾ താഴേക്ക് ഓടിയിറങ്ങി. ക്രിസ്റ്റിയുടെ അരികിലേക്ക് ഓടാൻ തുടങ്ങിയ അവളെ പെട്ടെന്ന് മൊയ്തീനാജി തടഞ്ഞു നിർത്തി. അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ച അയാൾ പുറത്തേക്ക് നടന്നു. കണ്ണുനീരോടെ നാദ്ര ഉപ്പയെ നോക്കി. പക്ഷേ അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. മൊയ്തീനാജി നേരെ ക്രിസ്റ്റിയുടെ മുമ്പിലെത്തി. ക്രിസ്റ്റി അയാളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എനിക്കെന്റെ പെണ്ണിനെ വേണം. മൊയ്തീനാജിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഏതാടാ ഈ എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ ഇന്റെ വീട്ടിൽ കയറി ഇങ്ങനെയൊക്കെ പറയണേ? ക്രിസ്ത്യൻ ചിരിച്ചു. അവന്റെ നോട്ടം നാദ്രയിൽ പറഞ്ഞു. ധൈര്യമില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരുമായിരുന്നു ആചാരെ. അവനൊരു പടി മുന്നോട്ട് വെച്ചു. എന്ത് നോക്കിക്കട ഈ മാറിങ്ങളെ? എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് എന്നെ ഇക്കാരം കാണിക്കുന്നോ? പിടിച്ചു പുറത്താക്കണവരെ. മൊയ്തീനാജി പണിക്കാരോട് അലറി. പക്ഷേ അപ്പോഴേക്കും ക്രിസ്റ്റിയുടെ മുമ്പിലും പിന്നിലുമായി അവന്റെ കൂട്ടുകാരെത്തിരുന്നു. ആചാർ ഞെട്ടലോടെ അവരെ നോക്കി. ഇവനെ ഒറ്റയ്ക്ക് ഒതുക്കാൻ പറ്റില്ലല്ലോ. അയാളുടെ കണ്ണുകൾ ദേഷ്യത്തോടെ ക്രിസ്റ്റിയിലേക്ക് തിരിഞ്ഞു. ക്രിസ്റ്റി മാത്രം ഒരു പുൻചിരിയോടെ നാദ്രയെ നോക്കി നിന്നു. അപ്പോഴേക്കും പൗലോസ് എൽദോസ് അവിടേക്ക് എത്തി. അവരേറെ നേരം മൊയ്തീനാജിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ ദേഷ്യത്തിനും വാശിക്ക് മുമ്പിലൊന്നും വിലപ്പോയില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞമ്മൾ സമ്മതിച്ചൂല. ആചാര അലറി. ഒരു നസ്രാണി ചെക്കിന് അതും എന്റെ മകളെ ഞാൻ ഒരിക്കലും കൊടുക്കൂല. ആ വാക്കുകൾ കേട്ടതും അവിടെ നിന്നിരുന്ന ക്രിസ്റ്റിയുടെ മുഖം മാറി. എൽദോസ് ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. ആചാരെ, ഇത് കുട്ടികളുടെ ജീവിത. മതത്തിന്റെ പേരിൽ അവരുടെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. പക്ഷേ ആചാരൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഞമ്മളെ വീട്ടുകാരി വന്നിട്ടേ ഞമ്മളെ പഠിപ്പിച്ചാ നിൽക്കല്ലേ? അയാൾ പൗലോസിനെ എൽദോയെയും നോക്കി. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ പൊരി നിറയ്ക്കാണി. പൗലോസ് ഞെട്ടലോടെ അയാളെ നോക്കി. മൊയ്തീനെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലേ നമ്മള്? ആചാര്യയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. അവിടെ നിന്നിരുന്ന എല്ലാവരും നിശബ്ദരായി. അപ്പോഴേക്കും മുകളിലെ മുറിയിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. എന്റെ പൊന്നു മോളെ, നീ എന്താ ചെയ്ത്? ആ ശബ്ദം കേട്ടതും എല്ലാവരും മുകളിലേക്ക് ഓടിക്കയറി. മുറിക്കുള്ളിൽ കണ്ട കാഴ്ചയിൽ എല്ലാവരും മരവിച്ചു പോയി. നാദ്ര ബോധമില്ലാതെ നിലത്തിടക്കായിരുന്നു അവൾ. അവളുടെ ചുറ്റി രക്തം പടർന്നിരുന്നു. ക്രിസ്റ്റിയുടെ നിലവിളി ആ വീട് മുഴുവൻ മുഴങ്ങി. അവൻ ഓടിച്ചെന്ന് ആളെ വാരിയെടുത്തു. ആളുടെ മുഖത്തേക്ക് നോക്കിയതും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്റെ കൊച്ച്, നീ എന്തിനാടി ഇങ്ങനെ ചെയ്തു? അവളുടെ മുഖത്തേട്ടി വിളിച്ചുകൊണ്ട് അവൻ വിറച്ചു. നീ എന്നെ വിട്ടു പോയില്ലെന്ന് പറഞ്ഞതല്ലേ? അവളുടെ കൈ മുറുക്കെ പിടിച്ച് അവൻ കരഞ്ഞു. എഴുന്നേൽക്ക് നാദ്ര, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നല്ലേ ഞാൻ. അവളുടെ പ്രതികരണമൊന്നുമില്ല. ക്രിസ്റ്റിയാളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവന്റെ ശബ്ദമിടറി. നിന്നെ നഷ്ടപ്പെടുന്നു മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല നാദ്ര. അവന്റെ കണ്ണുനീർ അവളുടെ മുഖത്തേക്ക് വീണുകൊണ്ടിരുന്നു. കണ്ണുനീർ തുടച്ചുകൊണ്ട് ക്രിസ്റ്റിയാളെ മുറുകെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇല്ല, ഒന്നും സംഭവിക്കില്ല. ഞാൻ നിന്നൊന്നും സംഭവിക്കാൻ വിടില്ല. അവളെ എടുത്തുകൊണ്ട് അവൻ ആശുപത്രിയിലേക്ക് ഓടി. പിന്നിൽ അവന്റെ വീട്ടുകാരും കൂട്ടുകാരും ഓടിയെത്തി. ആ നിമിഷം ക്രിസ്റ്റിയുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ നാദ്രയെ എനിക്ക് തിരികെ തരണേ എന്ന്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ICUവിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ക്രിസ്റ്റി പെട്ടെന്ന് ഡോക്ടർ അരികിലേക്ക് ഓടിച്ചെന്നു. ഡോക്ടർ, എന്റെ നാദ്ര
ഡോക്ടർ അവനെ നോക്കി. നിങ്ങളിവിടെ എത്തിച്ച സമയം കുറച്ച് വൈകിപ്പോയിരുന്നു. അത് കേട്ടവൻ ക്രിസ്റ്റിയുടെ മുഖം വിളറി. ഡോക്ടർ അവനെ തോൾപ്പതിയെ തട്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നടന്നു നീങ്ങി. ക്രിസ്റ്റി ICUവിന്റെ വാതിലേക്ക് നോക്കി അനങ്ങാതെ നിന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ക്രിസ്റ്റി മഴയിൽ നനഞ്ഞ ഓർമ്മകളിൽ മുങ്ങിയുന്നവനെ എൽദോസിന്റെ ശബ്ദമാണ് ഉണർത്തിയത്. എടാ, അവൾക്ക് ബോധം വന്നു. അവൾ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അത് കേട്ടും ക്രിസ്റ്റി സന്തോഷത്തോടെ പടികൾ കയറി ഓടി. ഓട്ടത്തിനിടയിൽ ഒരിക്കൽ വീണുപോയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ വീണ്ടും എഴുന്നേറ്റ് അവിടെ അരികിലേക്ക് ഓടി. അവനെ കണ്ട് ഡോക്ടർ പുഞ്ചിരിച്ചു. ക്രിസ്റ്റി, എനിക്ക് പറയാനുള്ള കാര്യം. ഡോക്ടർ നിർത്തി. ക്രിസ്റ്റിയുടെ കണ്ണുകൾ ICUവിനുള്ളിലേക്ക് നീണ്ടു. ഡോക്ടർ പതിയെ പറഞ്ഞു. നിങ്ങളുടെ നാദ്ര ഇപ്പോ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. യു ആർ റിയലി ലക്കി ക്രിസ്റ്റി. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും ക്രിസ്റ്റിയുടെ മനസ്സും കണ്ണുകളും ഒരുപോലെ നിറഞ്ഞു. പതിയെ അവൻ ICUവിന്റെ വാതിൽ തുറന്ന് അവിടെ അരികിലേക്ക് നടന്നു. ശാന്തമായി കിടക്കുന്ന നാദ്രയെ കണ്ടതും അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൻ പതിയെ അവിടെ കയ്യിൽ പിടിച്ചു. ആ സ്പർശമറിഞ്ഞതും നാദ്ര കണ്ണുകൾ തുറന്നു. ക്രിസ്റ്റിയെ കണ്ടതും ആളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. ആളെ നോക്കി ക്രിസ്റ്റി വിങ്ങുന്ന ശബ്ദത്തിൽ ചോദിച്ചു, എന്തിനാ മോളെ എന്നോട് ഇങ്ങനെ ചെയ്തു നീ? അവന്റെ കണ്ണുനീർ അവിടെ കൈകളിലേക്ക് വീണു. നാദ്രയ്ക്ക് മറുപടി വരാൻ കഴിഞ്ഞില്ല. പക്ഷെ അവളുടെ കണ്ണുകളെല്ലാം പറയുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റി അവളുടെ കൈ മുറുക്കെ പിടിച്ചു. കരയണ്ട. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു. ഇനി നിന്നെങ്ങനെ വേദനിക്കുന്ന കാണാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ തന്നെ ദേഷ്യത്തിനും വാശിക്കും മുന്നിൽ തോൽക്കാൻ നിന്ന ഹാജിയാർ ഒടുവിലെല്ലാം മറന്ന് തന്റെ മകളായ നാദ്രാനെ ക്രിസ്റ്റിക്ക് ഏൽപ്പിച്ചു. ഒരുപാട് പരീക്ഷണങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും കണ്ണുനീരിനും ഒടുവിൽ ക്രിസ്റ്റി സ്വന്തമാക്കിയത് ഒരു പെൺകുട്ടിയെ മാത്രമായിരുന്നില്ല, അവന്റെ ജീവിതം തന്നെയായിരുന്നു. ഒരിക്കൽ അവളെ സ്വന്തമാക്കാൻ വേണ്ടി അവളുടെ പുറകെ നടന്നിരുന്ന ആ ചെക്കൻ ഇന്ന് അവളുടെ കൈ പിടിച്ച് ജീവിതത്തിന്റെ ഓരോ വഴിയിൽ അവൾക്കൊപ്പം നടക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ക്രിസ്റ്റിക്ക് ഒടുവിൽ അവനെ ഏറ്റവും ആഗ്രഹിച്ച ലോകം തന്നെ സ്വന്തമായി. ഇന്നിപ്പോൾ ചെത്തിമറ്റത്തിൽ വീട്ടിൽ സന്തോഷത്തിന്റെ നാളുകളാണ്. അവരുടെ ചിരികളാൽ ആ വീട് വീണ്ടും നിറഞ്ഞു. അവരുടെ സ്നേഹത്താൽ ആ വീട്ടിൽ ഓരോ കോണും ജീവൻ വെച്ചു. അവളെ നോക്കി നിൽക്കുന്ന ക്രിസ്റ്റിയുടെ കണ്ണുകളിൽ ഇന്ന് അതേ പ്രണയമായിരുന്നു. പക്ഷേ ഇന്ന് അതിലൊരു അഭിമാനം കൂടി ഉണ്ടായിരുന്നു. ഒരിക്കൽ തനിക്ക് ഒരിക്കലും സ്വന്തമാവില്ലെന്ന് കരുതിയവൾ ഇന്ന് തന്നെ ജീവിതത്തിന്റെ പാതിയായി കൂടെയുണ്ട്. അവളുടെ കൈകൾ മുറുക്കെ പിടിച്ച് ക്രിസ്റ്റി പതിയെ പുഞ്ചിരിച്ചു. അവളൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. ആ കണ്ണുകളിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവളുടെ നിശബ്ദതയിൽ പോലും അവനോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. അവളുടെ വിരലുകൾക്കിടയിൽ തന്റെ വിരലുകൾ കോർത്തുകൊണ്ട് ക്രിസ്റ്റി പതിയെ പറഞ്ഞു, ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ നടന്ന വഴികളൊക്കെ. അവന്റെ വാക്കുകൾ കേട്ടതും അവളുടെ ചുണ്ടിൽ ആ പുഞ്ചിരി ഒന്നുകൂടി വിടർന്നു. അവൾ പതിയെ അവന്റെ തോളിലേക്ക് തലയായിച്ചു. ക്രിസ്റ്റിയും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവന് മനസ്സിലായി, ചില പ്രണയങ്ങൾ സ്വന്തമാക്കാൻ ഒരുപാട് വൈകിയേക്കാം, പക്ഷെ ഒരിക്കൽ സ്വന്തമായാൽ അതൊരു ജന്മം മുഴുവൻ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് വഴക്കുകളും പിണക്കങ്ങളും വാശികളും കണ്ണുനീരും കടന്നു വന്ന അവരുടെ പ്രണയം ഒടുവിൽ ചെത്തിമറ്റത്തിന്റെ വീട്ടിൽ ഒരു മനോഹരമായ കുടുംബമായി മാറുകയായിരുന്നു. ദിവസങ്ങളും വർഷങ്ങളും പതിയെ കടന്നുപോയി. ഒരുപാട് വഴക്കുകളും പിണക്കങ്ങളും കണ്ണുനീരും കടന്നു വന്ന അവരുടെ ജീവിതം ഒടുവിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞൊരു മനോഹരമായ ലോകമായി മാറി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ചെത്തിമറ്റത്തിൽ തറവാട്ടിലേക്ക് ഒരു പുതിയ അതിഥി കൂടി എത്തി. ക്രിസ്റ്റിയുടെയും നാദ്രയുടെയും സ്നേഹത്തിന്റെ സമ്മാനമായി ഒരു പെൺകുഞ്ഞ്. ആ കുഞ്ഞിനെ ആദ്യമായി കൈകളിലെടുത്ത നിമിഷം ക്രിസ്റ്റിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കൽ നാദ്രയെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് ദൂരം നടന്ന ക്രിസ്റ്റി ഇന്നിതാ തന്റെ കൈകളിൽ തന്റെ ലോകത്തെ തന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. അരികിൽ നിന്ന് നാദ്രയെ നോക്കി അവൻ പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിലും സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞിരുന്നു. അവൻ പതിയെ കുഞ്ഞിനെ അവിടെ അരികിലേക്ക് ചേർത്ത് വെച്ചു. ആ നിമിഷം ക്രിസ്റ്റിയും നാദ്രയെ ഒരുമിച്ച് കണ്ട സ്വപ്നം അവരുടെ കൈകളിൽ കുഞ്ഞു പുഞ്ചിരിയായി മാറിയിരുന്നു. ചെത്തിമറ്റൽ തറവാട്ടിൽ അന്ന് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. ഒരിക്കലൊരു പ്രണയകഥയായി തുടങ്ങിയ അവരുടെ ജീവിതം ഇന്നൊരു മനോഹരമായ കുടുംബകഥയായി മാറിയിരിക്കുന്നു. ക്രിസ്റ്റി, നാദ്ര, പിന്നെ അവരുടെ കുഞ്ഞു മാലാഖയും. അവരുടെ സ്നേഹത്തിന് സാക്ഷിയായി ചെത്തിമറ്റൽ തറവാടിന്റെ മുറ്റത്ത് ആ കുഞ്ഞിന്റെ ചിരിയെന്നും മുഴങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകൾക്കും ഒരുപാട് പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ക്രിസ്റ്റിയുടെയും നാദ്രയുടെയും പ്രണയകഥ ഒരു മനോഹര കുടുംബമായി പൂർത്തിയായി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.